അസ്സലാമു അലൈക്കും. പിറ്റേന്ന് ഞായറാഴ്ച രാത്രിയോടെ ഷാനു ജിനുവിൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും ആസ്വദിച്ച ഒരു യാത്രയായിരുന്നു അത്. ഏറ്റവും മനോഹരമായ ഓർമ്മകളുടെ പട്ടികയിൽ ആ ദിവസം സ്ഥാനം പിടിച്ചു. തിരികെ അവർ വീട്ടിലേക്ക് മടങ്ങുമ്പോഴും അവർ വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. വീട്ടിലെത്തുമ്പോൾ സമയം ഏകദേശം 1 മണിയോടായിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങിക്കാണില്ലേ സാർ? നമുക്ക് ആര് ഗേറ്റ് തുറന്നു തരും? ഗേറ്റ് പൂട്ടിക്കാണില്ല. ഞാൻ ഷാഹിനോട് പറഞ്ഞിരുന്നു ഗേറ്റ് പൂട്ടണ്ട എന്ന്. ഞാൻ ഷാഹിയെ ഒന്ന് വിളിക്കട്ടെ? വിളിച്ച ഉടനെ തന്നെ അവൻ കോൾ അറ്റൻഡ് ചെയ്തു. നീ ഉറങ്ങിയില്ലായിരുന്നെടാ ഷാഹി? ഇല്ല. നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഡോറൊന്ന് തുറക്ക്. ഇപ്പോൾ തുറക്കാം. ഞാൻ ഡിസ്റ്റർബ് ആയടാ. ഡോർ തുറന്ന ഉടനെ ഷാനു അവനെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏയ് ഇല്ല. അവൻ തല ചൊറിഞ്ഞുകൊണ്ട് ഇളിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ നീ പോയിക്കോ, ഞാൻ ഡോർ അടച്ചോളാം. നാളെ സിദ്ധുവിനോട് ലീവ് വിളിച്ച് പറഞ്ഞതുകൊണ്ട് അന്ന് കുറച്ചധികം സമയം കിടന്നുറങ്ങി. ജിനുവും അന്ന് ക്ലാസ് ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ അവളും ധൈര്യത്തിൽ കിടന്നുറങ്ങി. അല്ല ഷാനു, ഈ ബിസിനസ് ടൂറ് പോയതെന്നല്ലേ പറഞ്ഞത്? രാവിലെ ഷാനുവും ജിനുവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഉമ്മാൻ്റെ ചോദ്യം. അതേനുമ്മ, ബിസിനസ് ടൂറായിരുന്നോ? പിന്നെ പാതിരാത്രിക്ക് വരുന്ന നിൻ്റെ കൂടെ ഇവളെങ്ങനെ എത്തി? ഞാൻ വരുമ്പോൾ അവളെ വീട്ടിൽ പോയി അവളെയും വിളിച്ചുകൊണ്ട് പോന്നു. ആ സമയത്ത് അവളെ വീട്ടിൽ പോയി വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് മോശമല്ലേ? എന്ത് മോശം? ഞാൻ എൻ്റെ കാമുകിയല്ലല്ലോ വിളിച്ചിറക്കി കൊണ്ടുവന്നത്, എൻ്റെ ഭാര്യയല്ലേ. അതിലെന്ത് മോശമോ ഉള്ളത്? പിന്നെ ഉമ്മ കൂടുതലൊന്നും ചോദിച്ചില്ല. ഷാനുഖാൻ്റെ മറുപടി കലക്കിട്ടോ. എനിക്ക് ഗ്ലാസ്സിലേക്ക് അവൻക്ക് ചായ ഒടിച്ച് തരുന്ന സാനി അവനെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു. ദിവസങ്ങൾ കൊണ്ട് തന്നെ ഉമ്മാൻ്റെ സ്വഭാവം അവൾക്ക് നല്ല പോലെ മനസ്സിലായിരുന്നു. ദിവസങ്ങളും ആഴ്ചകളും വലിയ വ്യത്യാസമില്ലാതെ കടന്നുപോയി. മുൻപത്തേക്കാൾ ഷാനുവിന് കയ്യിൽ വ്യത്യാസമുണ്ടെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോൾ ചെറിയ തളർച്ചയും വേദനയും തോന്നും. അതുകൊണ്ട് അവൻ റിസ്ക് എടുക്കാറില്ല. ഡോക്ടറോട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കുറച്ചുകൂടെ സമയമെടുക്കും പൂർണ്ണസ്ഥിതിയിലേക്ക് എത്താൻ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം ഇപ്പോഴും അവൻ്റെ കൂടെ തന്നെയാണ്. അതിനിടയ്ക്ക് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കഴിഞ്ഞു. ഒരേ ആഘോഷമായിട്ടൊന്നും നടത്തിയില്ല. ഇന്ന് ജിനുവിന് എക്സാമാണ്. അതുകൊണ്ട് തന്നെ അവൾ എന്നത്തേക്കാളും നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അവളെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടും സാനി അടുക്കളയിലേക്കൊന്നും കാണാതെ വന്നപ്പോൾ അവൾക്ക് എന്ത് പറ്റിയെന്നറിയാൻ ജിനു റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഉമ്മ സാനിയുടെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടത്. ഉമ്മ, സാനിക്ക് എന്ത് പറ്റി? അവളെ അടുക്കളയിലേക്കൊന്നും കണ്ടില്ലല്ലോ. ഈ അവളെ വിളിക്കാനൊന്നും നിൽക്കണ്ട. അവൾക്ക് വയ്യ, അവിടെ കിടന്നോട്ടെ. എന്ത് പറ്റി അവൾക്ക്? നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് വർഷമൊന്നും കഴിഞ്ഞില്ലേ? ഇതുവരെ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ കഴിഞ്ഞോ? അതിനും വേണം പഠിച്ചോൻ്റെ അനുഗ്രഹം. ഇന്ന് അനുഗ്രഹം വന്നത് എൻ്റെ സാനിമോൾക്കാണ്. അല്ലെങ്കിലും നല്ല മനസ്സുള്ളവരെ കൂടെ പഠിച്ചോൻ എന്നും കാണും. ജിനുവിനെ കുത്തി നോവിച്ചുകൊണ്ടാണ് ഉമ്മാൻ്റെ സംസാരം. പക്ഷേ അവൾ അതൊന്നും കേട്ടതേയില്ല. സാനി ഒരു ഉമ്മയാവാൻ പോവാനുള്ള സന്തോഷമായിരുന്നു അവൻ. സാനി പ്രഗ്നൻ്റ് ആണോ ഉമ്മ? ഒരുപാട് സന്തോഷത്തോടെ ആയിരുന്നു ജിനുവിൻ്റെ ചോദ്യം. ഞാനൊന്ന് പോയി നോക്കട്ടെ. എവിടേക്ക്? അല്പം ഉച്ചത്തിലായിരുന്നു അവളെ നോക്കിയുള്ള ഉമ്മാൻ്റെ ചോദ്യം. ഞാൻ സാനീൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കട്ടെ. വേണ്ട, അവളവിടെ കിടന്നോട്ടെ. നീ പോയി അവളെ ശല്യം ചെയ്യാൻ നിൽക്കണ്ട. അവൾക്കിപ്പോൾ വേണ്ടത് അല്പം സമാധാനമാണ്. നീയായിട്ട് അത് പോയി ഇല്ലാതായിക്കണ്ട. ഞാൻ അവളെ ശല്യം ചെയ്യാൻ പോവല്ല. അവിടുന്ന് ചായയൊന്നും കുടിച്ചില്ലല്ലോ. ഞാൻ പോയി അവൾക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു നോക്കട്ടെ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അവൾക്ക് കുടിക്കാനും കഴിക്കാനും കൊടുക്കാൻ ഇപ്പോൾ ഞാനിവിടെയുണ്ട്. നീ പോയി നിൻ്റെ ജോലി ചെയ്യാൻ നോക്ക്. ഉമ്മാൻ്റെ വേദനിപ്പിക്കുന്ന വാക്കുകൾക്ക് മുൻപിൽ ഒന്ന് പൊട്ടിക്കരയാൻ അവൾക്ക് തോന്നിയെങ്കിലും അവൾ കരച്ചിലിനെ അടക്കി നിർത്തി അവളുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. അടുക്കളയിലെ ബാക്കി ജോലികളും തീർത്ത് വേഗം കുളിക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. അപ്പോഴെല്ലാം അവൾക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ടായിരുന്നു. സാനിയുടെ അടുത്തേക്കൊന്ന് പോവാനോ അവളോട് സംസാരിക്കാനോ ഉമ്മ സമ്മതിക്കാത്തതിൽ. ജിനു വേഗം കുളിച്ചു വന്ന് എല്ലാവർക്കുമുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. എന്നിട്ടും സാനി എണീറ്റ് വന്നിട്ടില്ല. അവൾക്കരികിലേക്ക് പോവാൻ ജിനുവിൻ്റെ മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ടായിരുന്നു. ഉമ്മ ഹാളിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് അവൾക്ക് അരികിലേക്ക് പോവാൻ ജിനുവിന് കഴിഞ്ഞില്ല. ഷാന ഓഫീസിൽ പോകാൻ റെഡിയാകുമ്പോഴേക്കും അവളും റെഡിയായി. അല്ല, ഇന്നെന്താ എൻ്റെ പൊണ്ടാട്ടിൻ്റെ മുഖത്തൊരു തെളിച്ച കുറവ്? കണ്ണാടിയിൽ നോക്കി മുടി കെട്ടി വെക്കുമ്പോൾ അവൾക്ക് പിന്നിൽ നിന്ന് ഷാന ചോദിച്ചു. സമയമില്ല മോനെ, ബാക്കി കെട്ടിപ്പിടുത്തെല്ലാം വന്നിട്ടിട്ടോ. അവൻ്റെ കൈ അടർത്തിക്കൊണ്ടവൾ പറഞ്ഞു. വന്നിട്ട് കെട്ടിപ്പിടുത്തം മാത്രമേ ഉള്ളൂ? ഇപ്പം മറുപടി പറഞ്ഞാലേ കൂടിപ്പോവും. ഷാനുക്ക വന്നേ. ഷാനുക്ക ഇറങ്ങ്. നീ ഇറങ്ങിക്കോ, ഞാൻ എൻ്റെ ഫോൺ എടുക്കട്ടെ. അവൾ താഴേക്ക് ചെല്ലുമ്പോൾ ഉമ്മാനെ ഹാളിലൊന്നും കണ്ടില്ല. അവൾ അവിടെ ആകെ ഒന്ന് നോക്കിയതിനു ശേഷം വേഗം സാനിയുടെ റൂമിലേക്ക് ചെന്നു.
സാനി ബെഡിൽ എണീറ്റിരിക്കുന്നുണ്ട്. രണ്ടാക്കും കൺഗ്രാജുലേഷൻസ്. എന്തിന്? ഡ്രസ് അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാഹി ചോദിച്ചു. അല്ല, ഈയൊരു വാപ്പാണ് പോകുന്നെന്ന് അറിഞ്ഞത്. വാപ്പേ? അവൻ കണ്ണു തള്ളിക്കൊണ്ട് അവളെയൊന്ന് നോക്കി. ഞാനറിയാതെ ഞാൻ വാപ്പാവാൻ പോകുന്നെന്നോ? അവൾ തലക്കൊരു കൊട്ടു കൊടുത്തുകൊണ്ട് ചോദിച്ചു. എന്താ ജിനു, നിന്റെ ബുദ്ധി തിരിഞ്ഞു പോയോ? അല്ല, ഉമ്മ പറഞ്ഞു ഇവൾ പ്രഗ്നൻ്റ് ആണല്ലേ? ജിനു മുഴുവനും പറയും മുമ്പേ ഷാഹി ബാക്കി ഭാഗം പൂരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഞാൻ സാനിയെ വിളിക്കാൻ വരാൻ നിന്നപ്പോൾ ഉമ്മ എന്നെ സമ്മതിച്ചില്ല. അവൾക്ക് വയ്യ എന്നും കിടന്നോട്ടെ എന്നും പറഞ്ഞു. എൻ്റെ പൊന്നു ജിനു, ഉമ്മാക്ക് വട്ടാണ്. ഇവൾക്ക് വയറുവേദന വന്നിട്ട് കിടന്നതാ. ഇവൾ കിടക്കുന്നത് കണ്ട് ഉമ്മ വന്ന് ചോദിച്ചു ഇവൾക്ക് എന്ത് പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു അവൾക്ക് വയ്യ, അവൾ കിടന്നോട്ടെ എന്ന്. അതിനിടയ്ക്ക് അവൾ 1-2 തവണ ഛർദ്ദിച്ചു. അതുകൂടെ കണ്ടപ്പോൾ ഉമ്മ ഉറപ്പിച്ച് കാണും ഇവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അത് നിന്നോട് വന്ന് പറഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ പേരിൽ നിന്നെ വേദനിപ്പിച്ച് കാണൂല്ലേ? ഉമ്മ പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ കുറേ സന്തോഷിച്ചു. സാരില്ല, ആ സന്തോഷം അധികം വൈകാതെ നിങ്ങളിൽ വന്നു ചേരട്ടെ. വയറുവേദന വെച്ച് നീ ഒന്നും ചെയ്യാൻ പോകണ്ടട്ടോ സാനി, കിടന്നോ. എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നീ വയ്യാതെ ഒന്നും ചെയ്യാൻ പോകണ്ട കേട്ടോ. അവളുടെ മുടിയിൽ തലോടെ ഒരുപാട് സ്നേഹത്തോടെയുള്ള വാക്ക് കേട്ടപ്പോൾ സാനിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു. ജിനുത്ത പോയിക്കോ, ഷാനുക്ക വിളിക്കുന്നുണ്ട്. ഇന്ന് എക്സാം അല്ലേ, വൈകണ്ട. പാവം ജിനുത്താക്ക് എന്ത് സ്നേഹമാണെന്നറിയാൻ എന്നോട്. എൻ്റെ സ്വന്തം ജ്യേഷ്ഠത്തിയെപ്പോലെയാണ്. ജിനു പോകുന്നത് നോക്കി അവൾ ഷാഹിയോട് പറഞ്ഞു. നിങ്ങളിൽ എന്നും ഈ സ്നേഹം ഉണ്ടാവണം. ചിലപ്പോൾ ഉമ്മ നിങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കും, എന്നെയും ഷാനിയും തമ്മിൽ അകറ്റിയതുപോലെ. പക്ഷെ നിങ്ങൾ രണ്ടാളും കട്ടയ്ക്ക് നിന്നേക്കണം. ഉമ്മാക്ക് ആരും ഇവിടെ സ്നേഹത്തോടെ നിൽക്കുന്നത് സഹിക്കില്ല. ഇതൊക്കെ അറിയാൻ ഒരു കല്യാണം കഴിക്കേണ്ടി വന്നു എനിക്ക്. അവൻ ലാസ്റ്റ് പറഞ്ഞത് സാനി കേൾക്കാതെയായിരുന്നു. ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാൻ ഉമ്മാക്കല്ല ആർക്കും കഴിയില്ല. അങ്ങനെ മറ്റുള്ളവരുടെ വാക്കിൽ ഇല്ലാതായി പോകുന്നതല്ല ഞാനും ജിനിത്തായുമുള്ള ബന്ധം. അതാണ് വേണ്ടത്. എനിക്ക് നിന്നിൽ നിന്നും ഇങ്ങനെയൊരു വാക്ക് കേട്ടാൽ മതി. കാരണം ഷാന് ജിനുവിനെ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ് അവർ രണ്ടുപേരും. ആ സ്നേഹം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഓഫീസിൻ്റെ വർക്കിനിടയിലാണ് നിർത്താതെ റിങ് ചെയ്യുന്നത് കേട്ടത്. അർജൻറ്റ് വർക്കായതുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ വീണ്ടും നിർത്താതെ റിങ് ചെയ്തപ്പോൾ എന്തെങ്കിലും അർജൻറ്റ് കാര്യത്തിന് ആരെങ്കിലും വിളിക്കുന്നതാവുമെന്ന് കരുതി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഇത് ജിൻഷിതയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ, ഇതാരാ? ഇത് ജിൻഷിതയുടെ കോളേജിലെ മിസ്സാണ്. എന്താ മിസ്സേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടേക്ക് വരണം. എന്താ കാര്യം? പേടിക്കണ്ട, അതൊക്കെ വന്നിട്ട് പറയാം. ഞാനിപ്പോൾ തന്നെ വരാം. വേഗം ആദിയെ വിളിച്ചു. നീ എവിടെ ആദി? നീ പെട്ടെന്ന് ഓഫീസിലേക്ക് വാ. എന്നാലും എന്തിനാവും ഇപ്പോൾ മിസ്സ് കോളേജിലേക്ക് വരണമെന്ന് പറഞ്ഞത്? ഇനി അവൾക്ക് എന്തെങ്കിലും വയ്യായ്ക വന്നിട്ടുണ്ടാവോ? ഫോൺ കൊണ്ടുപോവാത്തത് കൊണ്ട് അവളെ വിളിച്ചു നോക്കാനും പറ്റില്ല. ആദ്യം വരുമ്പോഴേക്കും വർക്ക് മുഴുവനാക്കി അവൻ സിദ്ധുവിനോട് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. 10 മിനിറ്റിനുള്ളിൽ തന്നെ ആദി ഓഫീസിലെത്തി. എന്താ സാർ, എന്ത് പറ്റി? അവൻ കാറിൽ നിന്നിറങ്ങി ടെൻഷനോടെയാണ് അവൻക്കരികിലേക്ക് വന്നത്. കുഴപ്പമൊന്നുമില്ല, ഈ വണ്ടി എടുക്ക്. ജിനുവിൻ്റെ കോളേജിലൊന്നും പോകണം, മിസ്സ് വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. അയ്യോ, ജിനുവിന് എന്ത് പറ്റി? അറിയില്ല ആദി, എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. രാവിലെ പോകുമ്പോൾ എന്തെങ്കിലും വയ്യായ്ക പറഞ്ഞിരുന്നോ? ഇല്ലടാ, പക്ഷേ എന്തോ ഒരു സന്തോഷക്കുറവ് ഞാൻ അവളിൽ കണ്ടിരുന്നു. കാരണം ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഉമ്മ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ച് കാണും. ഉമ്മാക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് ഒരു ലഹരിയാണല്ലോ. ഇത് ടെൻഷൻ കാരണം ജിനുവിന് BP എങ്ങാനും കൂടി കാണുമാവോ? ഒന്നും അറിയില്ല, മിസ്സ് വിളിച്ചപ്പോൾ എന്തോ ഒരു ടെൻഷൻ. സാറ് ടെൻഷനാവണ്ട, ഒന്നും ഉണ്ടാവില്ല. വണ്ടി പാർക്ക് ചെയ്ത് അവർ ആദ്യം പോയത് സ്റ്റാഫ് റൂമിലൊക്കെ ആയിരുന്നു. സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ 2-3 ടീച്ചർമാർക്ക് നടുവിലായി ഒരു ചെയറിൽ തളർന്നിരിപ്പുന്നുണ്ട് ജിനു. അത് കണ്ടപ്പോൾ സ്റ്റാഫ് റൂമിലേക്ക് കയറാനുള്ള സമ്മതമൊന്നും അവൻ ചോദിക്കാതെ കയറി. ജിനു! അവൻ്റെ ശബ്ദം കേട്ടാണ് അവിടെയുള്ളവർ അവനെ കാണുന്നത് തന്നെ. ജിൻഷിതയുടെ ഹസ്ബൻഡാണോ? അതെ. എന്താ മിസ്സേ ഇവൾക്ക് പറ്റിയത്? എന്ത് പറ്റിയെന്നറിയില്ല. എക്സാം എഴുതി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. വീഴാൻ പോയപ്പോൾ ഓടിച്ചെന്ന് ഞാൻ പിടിച്ചു, ഇല്ലെങ്കിൽ വീണു പോയേനെ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാനെന്ന് പറഞ്ഞതാ, പക്ഷെ പുള്ളിക്കാരി കേട്ടില്ല. എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞ് നമ്പർ തന്നു. ചിലപ്പോൾ BP കൂടിയതാവും. എക്സാം ടൈം അല്ലേ,
നടക്കാൻ പറ്റുമോ നിനക്ക് ജിനോ? പറ്റും. അവളെ ചേർത്ത് പിടിച്ച് മെല്ലെ പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത തളർച്ച അനുഭവപ്പെടുന്നെന്ന്. എന്താ നിനക്ക് പറ്റിയത്? രാവിലെ കുഴപ്പമൊന്നുമില്ലല്ലോ. അറിയില്ല, പെട്ടെന്ന് എനിക്ക് ഒരു ക്ഷീണം, പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എക്സാം എഴുതിയോ? എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് വയ്യാതെയായത്. ഹാരി, ഹോസ്പിറ്റലിലേക്ക് വിട്. ഹോസ്പിറ്റലിലെത്തി ചെക്കപ്പിന് ശേഷം യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അല്പം സമയമേ വേണ്ടി വന്നുള്ളൂ. അപ്പോഴേക്കും റിസൾട്ട് കിട്ടി. എന്താണോ ഞാൻ ആഗ്രഹിച്ച് കേൾക്കാൻ, അതേ സന്തോഷ വാർത്ത തന്നെ അവൻ്റെ കാതിൽ എത്തിച്ചേർന്നു. അവനൊരു ഉപ്പയാകാൻ പോകുന്നു. അതെ, ഷാന ഒരു ഉപ്പയാകാൻ പോകുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ പടച്ചവനോട് അവൻ സ്തുതി പറഞ്ഞു. സ്നേഹത്തോടെ ജിനുവിനെ പൊതിഞ്ഞു പിടിച്ച് ആ കവിളിലൊന്ന് അമർത്തി ചുംബിച്ചു. അയ്യേ, ഷാനുക്ക് എന്തായി കാണിക്കുന്നത്? ഡോക്ടർ കാണും. മുൻപിലിരിക്കുന്ന ഡോക്ടറെ പോലും മറന്നുകൊണ്ടായിരുന്നു അവൻ അവളെ ചുംബിച്ചത്. നമുക്ക് സന്തോഷം വരുമ്പോൾ മുൻപിൽ നിൽക്കുന്ന ആളെ ഒന്നും അപ്പോൾ നോക്കില്ല. കൊടുക്കാനുള്ളത് അപ്പോൾ തന്നെ കൊടുത്തേക്കണം. ഡോക്ടറെ രീതിയിൽ ചില ഉപദേശങ്ങളും ചില നിർദ്ദേശങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാം അക്ഷരം പതി അനുസരിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവർ വരുന്നത് കണ്ടതും ആദ്യം അവർക്കരികിലേക്ക് ഓടി വന്നു. അവൻ്റെ മുഖത്തെ ടെൻഷൻ കണ്ടാലറിയാം ഇതുവരെ അവൻ എങ്ങനെയോ പിടിച്ചു നിന്നാണെന്ന്. ജിനുവിന് എന്താ പറ്റിയത്? ഡോക്ടർ എന്താ പറഞ്ഞത്? ശ്വാസം വിടാതെ അവൻ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ലടാ, നീ ഒരു മാമനാവാൻ പോകുന്നു. സത്യമാണോ ഞാൻ കേൾക്കുന്നത്? കൺഗ്രാജുലേഷൻ. ആ സമയം അവൻ്റെ മുഖത്ത് ഇന്നുവരെ കാണാത്തൊരു സന്തോഷം കൊണ്ടവൻ. ജിനുവിന് നല്ല ക്ഷീണമുണ്ട്. എന്തെങ്കിലും കുടിച്ചിട്ട് പോയാലോ? ഒന്നും വേണ്ടാതെ, എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി. ഞാൻ കാറിലേക്ക് കൊണ്ടുവരാം. വേണ്ട, എനിക്കിപ്പോൾ ഒന്നും വേണ്ട, പോയി കിടന്നാൽ മതി. നമുക്ക് വീട്ടിലേക്ക് പോകാം. ക്ഷീണം കൊണ്ട് അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട്. അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. നിനക്ക് എന്താ തിന്നാൻ പൂതി ജിനു? ഹൽവ തിന്നാൻ പൂതിയുണ്ടോ? ഇപ്പോൾ ഒന്നും വേണ്ട ഷാനുക്ക. അങ്ങനെ അവൾ വീട്ടിലെത്തി. കോളിംഗ് ബെൽ അടിച്ച് കുറച്ച് സമയം കാത്തു നിൽക്കേണ്ടി വന്നു ഡോർ തുറക്കാൻ. ഡോർ തുറന്ന് ഉമ്മറത്തേക്ക് വന്ന സാനി പ്രതീക്ഷിക്കാതെ അവരെ അവിടെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. പിന്നെയാണ് അവൾ ജിനുവിനെ ശ്രദ്ധിക്കുന്നത്. അല്ലാ, ജിനുത്താക്ക് എന്തു പറ്റി? എല്ലാം അവൾ നിന്നോട് പറയും. ആദ്യം ഞാനൊന്ന് അവളെ റൂമിൽ കൊണ്ട് കിടത്തട്ടെ. താഴെ റൂമിൽ കിടന്നാൽ മതി. ഞാൻ വന്നിട്ട് മുകളിലേക്ക് പോവാം. നിനക്കെന്തെങ്കിലും കഴിക്കാൻ വേണ്ടോ? ഒന്നും വേണ്ട. ഞാൻ ലീവ് എടുക്കണോ? വേണ്ട, ഷാനുക്ക് പോയിക്കോ. എന്തെങ്കിലും വേണമെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വരുമ്പോൾ വാങ്ങി വരാം. എന്നാൽ ഞാൻ പോയിക്കോട്ടെ. ഷാനുക്ക് പോയിക്കോ. ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ, റെസ്റ്റ് എടുക്ക്. ഇല്ല ഷാനുക്ക, ഞാൻ ജോലിയൊന്നും ചെയ്യില്ല. അവൻ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ സാനുണ്ട് ഹാളിൽ. ജിനുവിനെന്ന് എന്ത് പറ്റിയെന്ന ടെൻഷനാണ് അവിടെ. ഉമ്മ ഇവിടെ സാനി? ഉമ്മ ഇവിടെ ഇല്ല, എളാമ്മയുടെ വീട്ടിലേക്ക് പോയി. ഷാനുക്ക ഓഫീസിലേക്ക് പോവാണോ? അതെ, നീ അവളെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ഷാനി. ഷാനുക്ക പോയിക്കോ. ഞാൻ എല്ലാത്തിനും ജിനുത്താൻ്റെ കൂടെ ഉണ്ടാവും. അവൻ ഓഫീസിലേക്ക് എത്തുമ്പോൾ ലഞ്ച് ടൈം ആയിരുന്നു. ചിലർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാതെ അവർക്ക് മുൻപിലേക്ക് അവൻ വാങ്ങിയ സ്വീറ്റ്സ് നീട്ടിപ്പിടിച്ചു. എന്താ സാർ, എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടോ? സാറിൻ്റെ മുഖത്ത് പതിവില്ലാത്ത സന്തോഷം കൂടെ മധുരവും കാണുമ്പോൾ എന്തോ ഗുഡ് ന്യൂസ് ഉള്ളതുപോലെ ഉണ്ടല്ലോ. അതെ, ഞാനൊരു ഉപ്പയാവാൻ പോകുന്നു. അത് കേട്ട് സിദ്ധു അവനെ അടിമുടി ഒന്ന് നോക്കി. കൺഗ്രാജുലേഷൻ സാർ. താങ്ക് യു. അന്ന് വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജിനുവിനെ വിളിച്ചു. ജിനു, നിനക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ട. ഒന്നും വേണ്ടേ? അതെന്താ? ഒരു ഫ്രൂട്ട്സ് കട മൊത്തം ആദ്യം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് അവൻ അത് വാങ്ങിയോ? വാങ്ങിയത് മാത്രമല്ല, എന്നെ ഭീഷണിപ്പെടുത്തി കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവന് കൂട്ടിന് സാനിയുണ്ട്. അപ്പോൾ എൻ്റെ ജോലി കുറഞ്ഞു കിട്ടിയില്ലേ? ഷാനുക്ക ഓഫീസിൽ നിന്നിറങ്ങിയോ? ഇറങ്ങി, പക്ഷെ ആദ്യം ഇവിടെ എത്തിയില്ലല്ലോ. അവൻ ഇറങ്ങിയില്ലേ? കുറച്ച് മുൻപേ ഇറങ്ങിയല്ലോ. ദേ ആദ്യം വരുന്നുണ്ട്. ബാക്കി വന്നിട്ട് സംസാരിക്കാം. ഞാൻ ഒത്തിരി വൈകിയോ സാർ? ഇല്ല, വരുന്ന വഴിയിൽ നല്ല ബ്ലോക്ക്, അതാണ് വൈകിയത്. അത് കുഴപ്പമില്ലടാ, വാ നമുക്ക് പോവാം. അവർ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് എന്താണ് ഉമ്മ ഉമ്മറത്ത് മകനെയും കാത്തിരിക്കുന്നുണ്ടല്ലോ. മുത്തശ്ശി ആവാൻ പോകുന്ന സന്തോഷം മോനെ നേരിട്ട് അറിയിക്കാനാവും.
കാറിൽ ഇറങ്ങുന്ന ഷാനുവിനെ നോക്കി ആദി പറയുമ്പോഴാണ് അവൻ ഉമ്മാനെ ശ്രദ്ധിക്കുന്നത്. ഇത് സ്നേഹം കൊണ്ടല്ല ആദി, മറ്റെന്തോ പറയാനുള്ള കാത്തിരിപ്പാണ്. കാറിൽ നിന്നിറങ്ങി വലിയ മൈൻഡ് കൊടുക്കാതെ അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ഉമ്മാൻ്റെ വിളി. ഒന്നും മിണ്ടാതെ അവനൊന്ന് തിരിഞ്ഞു നോക്കി. കോളേജിൽ നിന്നും അവളെ വിളിച്ചോണ്ട് വരുമ്പോൾ നിനക്ക് അവളെ വീട്ടിൽ കൊണ്ടുവിടാമായിരുന്നില്ലേ? സുഖമില്ലെങ്കിൽ എന്തിനെ? അവൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ട് ഉമ്മ ഒന്ന് നടങ്ങി. നിനക്ക് ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. ഈ വയ്യാത്ത അവസ്ഥയിൽ സ്വന്തം വീട്ടിൽ നിൽക്കാനാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുക. വയ്യാത്ത അവസ്ഥയിൽ അവളുടെ വീട്ടിലേക്ക് തള്ളാനും നല്ല സമയത്ത് ഇവിടുത്തെ ജോലി ചെയ്യാനുള്ളതാണോ കയറി വരുന്ന പെൺകുട്ടികളെ? സ്വന്തം മോളായി കണ്ടിരുന്നെങ്കിൽ ഇമ്മ ഇപ്പോൾ അങ്ങനെ പറയോ? മരുമോളായിട്ട് പോലും കാണുന്നില്ല, എന്നിട്ടാണ് മോളായി കാണുന്നത്. അതല്ല മോനെ, ഞാൻ പറയുന്നതിന് ഈ എന്തിനാ വേറെ അർത്ഥം കാണുന്നത്? അവൾക്ക് തീരെ വയ്യ, അതുകൊണ്ട് പറഞ്ഞതാ. എത്ര വയ്യെങ്കിലും അവളിവിടെ അടങ്ങിക്കിടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം വീട്ടിലാണെങ്കിൽ അടങ്ങിക്കിടന്നോളും, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലാതെ അവളെ വീട്ടിൽ പറഞ്ഞു വിടാൻ എനിക്ക് ആഗ്രഹമൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. ഇനി നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഞാനെന്തെങ്കിലും പറഞ്ഞാൽ അത് ദോഷമായിട്ട് നിനക്ക് തോന്നും. അതിന് മറുപടിയൊന്നും പറയാതെ അവൻ അകത്തേക്ക് കയറിപ്പോയി. അവൻ ചെല്ലുമ്പോൾ ജിനു കിടക്കുകയാണ്. അല്ല, ക്ഷീണൊക്കെ മാറി എൻ്റെ പൊണ്ടാറ്റിൻ്റെ? അവൾക്ക് അരികിലിരുന്ന് അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. ഷാനുക്ക് പോയി കുളിച്ചു വാ, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. വെറുതെ അല്ല ഉമ്മ പറഞ്ഞത്. അപ്പോൾ ഉമ്മ പറഞ്ഞതിലും ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഉമ്മ എന്താ പറഞ്ഞത്? എത്ര വയ്യെങ്കിലും നീ അടങ്ങിക്കിടക്കില്ലെന്ന്. അതുകൊണ്ട് നിന്നെ വീട്ടിൽ കൊണ്ട് വിടാനാണ് ഉമ്മ പറഞ്ഞത്. ഞാൻ പോകുന്നില്ല, അവൾ ചുണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഈ ക്ഷീണമൊക്കെ മാറി ഒന്ന് ഓക്കെ ആവുന്നത് വരെ അവിടെ നിന്നാൽ മതി. ഇവിടെ നിന്നാൽ നീ എന്തെങ്കിലും ജോലി ചെയ്യും. ഓ, അപ്പോൾ ഷാനുക്കാക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതല്ലേ ഇഷ്ടം? ഞാൻ ഇവിടെ ഉണ്ടായിട്ട് ഇഷ്ടമല്ലേ? ഇഷ്ടം ഉണ്ടായിട്ടില്ല പെണ്ണെ, നീ എൻ്റെ അരികിലുള്ളത് തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ. ഞാൻ പോവില്ല. സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നതിനേക്കാൾ ഇഷ്ടം ഭർത്താവിൻ്റെ വീട്ടിലെ സ്നേഹവും കെയറും കിട്ടാനാണ് ഇപ്പോൾ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുക. എനിക്കിവിടെ നിന്നാൽ മതി എൻ്റെ ഷാനുക്കൊപ്പം. നിന്നെ പറഞ്ഞു വിടാൻ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനായിട്ട് അതിന് തടസ്സമാവണ്ടല്ലോ എന്നോർത്ത് പറഞ്ഞതാ. 7 മാസമായാൽ ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്. പിന്നെ ഡെലിവറി കഴിഞ്ഞ് 90 കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുള്ളൂ. അതുവരെ ഞാൻ അവിടെ തന്നെയല്ലേ. അപ്പോൾ ഇനി 7-ാം മാസത്തിൽ നീ നിൻ്റെ വീട്ടിലേക്ക് പോവോ? എന്തേ, അതിന് മുമ്പ് ഞാൻ പോകണോ? വേണ്ട, നീ എൻ്റെ അടുത്തുണ്ടാവുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ പോയി കുളിച്ചു വരാം. ഞാനും വരാം, നീ ഇവിടെ കിടന്നോ. ഉമ്മ പറഞ്ഞത് ശരിയാ, ഇവൾ അടങ്ങിയിരിക്കൂല. അടങ്ങിയിരിക്കണമെങ്കിൽ ഞാൻ കുറച്ച് സ്ട്രോങ് ആവേണ്ടി വരും. കുളി കഴിഞ്ഞ് താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ ഉമ്മ അവനക്ക് ഇഷ്ടമുള്ള ചായയും ഇലയടയും ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ ഉമ്മ ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി തരും. ചില സമയം പറഞ്ഞാൽ പോലും ഉണ്ടാക്കി തരില്ല. അതാണ് ഉമ്മാൻ്റെ സ്വഭാവം. ജിനുവിന് ഒരു ഗ്ലാസ് ഹോർലിക്സും ഉണ്ടായിരുന്നു. മോളെ ഇത് കുടിക്കേ. ഓ, അപ്പോൾ എനിക്ക് ചായയും അവൾക്ക് ഹോർലിക്സും കൊള്ളാലോ. നീ അല്ല, ഗർഭിണി അവളാണ്. മിണ്ടാതെ ചായ കുടിക്കാൻ നോക്ക്. ഷാനു, ഇത് ഫൗളാണ് ഉമ്മ. ആണേൽ എൻ്റെ മോനങ്ങ് സഹിച്ചോ. ഇത് നിൻ്റെ അമ്മായിമ്മ തന്നെയാണോടെ? അതും എന്നെ കാണിക്കാൻ വേണ്ടിയുള്ള സ്നേഹമോ? ജിനുവിനെ നോക്കി ഒരു സ്വകാര്യം പോലെ അവൻ ചോദിച്ചു. ഷാനുക്കാനെ കാണിക്കാനൊന്നുമല്ല, ഉമ്മ തന്നെയായിരുന്നു എനിക്കിന്ന് ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നത്. ഉമ്മയാ. സാനി ചെയ്യാന്ന് പറഞ്ഞിട്ട് അവളെ സമ്മതിച്ചില്ല. ഇപ്പോൾ വരാൻ ഞാൻ. കാക്ക മലർന്ന് പറക്കുന്നുണ്ടോയെന്ന് നോക്കട്ടെ. കളിയാക്കണ്ട ഷാനുക്ക. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഉമ്മ നല്ല സന്തോഷത്തിലാണ്. ഈ സന്തോഷം ഡെലിവറി തീരുന്നതോടെ തീരോ? അല്ല, ഉമ്മാൻ്റെ സ്വഭാവം വെച്ച് അതിന് ചാൻസ് കൂടുതലാണ്. രാവിലെ ഉമ്മ എന്നെ വിഷമിപ്പിച്ചതിന് എന്നോട് സോറി പറഞ്ഞല്ലോ. രാവിലെ ഉമ്മ നിന്നെ വിഷമിപ്പിച്ചു എന്നോ? എന്തിനെ? പിന്നെ അവൾ രാവിലെ ഉണ്ടായതെല്ലാം അവനോട് പറഞ്ഞു. ഓ, അപ്പോൾ അതായിരുന്നു നിൻ്റെ മുഖത്തുള്ള സങ്കടത്തിൻ്റെ കാരണം. നിനക്ക് എന്തൊരു സന്തോഷക്കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ കാര്യം പറഞ്ഞാലേ ഷാനുക്ക എന്തായാലും ഉമ്മാനോട് എന്തെങ്കിലും ദേഷ്യപ്പെടും. എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? ഇപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ ടെൻഷനൊക്കെ മാറിയില്ലേ? മാറി ഷാനുക്ക, ഇപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. നീ നിൻ്റെ ഉമ്മാക്ക് വിളിച്ചിരുന്നോ? ഉച്ചക്ക് ഉമ്മ എന്നെ വിളിച്ചിരുന്നു എക്സാം കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഞാൻ ഉമ്മാനോട് ഈ സന്തോഷ വാർത്തയും പറഞ്ഞു. എങ്കിലും ഇന്നോ നാളെ മോളെ കാണാൻ എല്ലാവരും കൂടെ വരും. നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.